2025 2025 എന്ന് പറയുന്ന പുതിയൊരു വർഷത്തില് ഓരോ വർഷവും ട്രാൻസിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. AD BC എന്ന് തിരിക്കുന്നത് പോലെ വേണമെങ്കിൽ നമുക്ക് പ്രീ കൊറോണ ആൻഡ് പോസ്റ്റ് കൊറോണ എന്ന് പറയുന്ന ഒരു സിനാരിയോ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. കോവിഡിന് മുമ്പിലുണ്ടായിരുന്ന സിറ്റുവേഷൻ അല്ല കോവിഡിന് ശേഷം. ഒത്തിരി മാറ്റങ്ങൾ എല്ലാ മേഖലകളിലും വരും. ടെക്നോളജിക്കലായിട്ടാണെങ്കിലും എഡ്യൂക്കേഷൻ, ഹെൽത്ത് എല്ലാ മേഖലകളിലും വരുന്നു. അതുപോലെ തന്നെയാണ് പാരന്റിങ്ങിലും വരുന്നു. പാരന്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യം പാരന്റൽ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത്. മാതാപിതാക്കൾ കുട്ടികൾക്ക് വേണ്ടി ഇൻവോൾവ് ചെയ്യുക. ഇന്നത്തെ കാലഘട്ടത്തിൽ രണ്ടുപേരും വർക്കിംഗ് ആണ്. അച്ഛനും അമ്മയും വർക്കിംഗ് ആണ്. 9 മുതൽ 6 വരെ വർക്ക് ചെയ്യുന്ന പാരന്റ്സ് ഉണ്ട്. കുഞ്ഞുങ്ങൾ ഉറക്കം ഉണരുന്നതിന് മുമ്പിൽ ജോലിക്ക് പോയി കുഞ്ഞുങ്ങൾ ഉറങ്ങിയതിന് ശേഷം വീട്ടിൽ വരുന്ന പാരന്റ്സ് ഉണ്ട്. ഇവർ കുഞ്ഞുങ്ങൾ പാരന്റ്സിനെ കാണുന്നില്ല. പാരന്റ്സുമായിട്ടുള്ള ഇന്ററാക്ഷൻ ടൈം കുറയുന്നു. ഇങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നു. സോ ഒരു പ്രോപ്പർ വർക്ക് ലൈഫ് ബാലൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് പാരന്റിങ്? അപ്പൊ നമുക്ക് വീക്കെൻഡ്സിലൊക്കെ ടൈം അവരോട് സ്പെൻഡ് ചെയ്യാം. അപ്പൊ നമ്മളത് ബാലൻസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ വർക്കും ബാലൻസ് ആവുന്നുണ്ട്, നമുക്ക് ക്വാളിറ്റി ടൈമും അവിടെ ബാലൻസ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു എഫർട്ട് ഇടാതിരിക്കാം, ഇടുകയും ചെയ്യാം. നമ്മൾ എത്രത്തോളം എഫർട്ട് ഇടുന്നു എന്നുള്ളതിന്റെ ബേസ് ചെയ്തിരിക്കും. റേസിംഗ് ചിൽഡ്രൻ ഇൻ ഡിജിറ്റൽ ഏജ്. ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ കുട്ടികളെ വളർത്തിയെടുക്കുക, കുട്ടികളുടെ മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, സ്ക്രീൻ ടൈം ഇതിനെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ഒരു പാരന്റ് സൈഡിൽ നിന്നും ഉള്ള ഡൂസ് ആൻഡ് നോട്ട്സ്, എത്ര സമയം സ്ക്രീൻ ടൈം അനുവദിക്കാം അല്ലെങ്കിൽ അനുവദിക്കാൻ പാടില്ല, ഇതിനെക്കുറിച്ച് നമുക്ക് എങ്ങനെയാണ് നോക്കാം. സ്ക്രീൻ ടൈമിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതലും യൂട്യൂബ് ഷോർട്സ് ഒക്കെ ഒരുപാട് കാണുന്നവരാണ്. അപ്പോൾ അതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരുപാട് വിഷ്വൽ ക്യൂസ് ഉണ്ട്. ഒരു ഇമേജ് ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഒരുപാട് അട്രാക്റ്റീവ് ആണ്. സൗണ്ട്, അതുപോലെ തന്നെ ആനിമേഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ അതേസമയം പഠിക്കുന്ന കാര്യം നോക്കും, നമ്മൾ ഭയങ്കര ഡ്രൈ ആയിട്ടായിരിക്കും അവർ ഫീൽ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ റിട്ടൺ ആണ്, നമ്മൾ വായിച്ച് എഫർട്ട് ഇടണം. ഇപ്പോഴത്തെ ഒരു റീസെന്റ് സ്റ്റഡീസ്, ഒരു സ്റ്റഡി നടന്നതിൽ പ്രകാരം മനസ്സിലാക്കിയെന്ന് വെച്ചാല് കുട്ടികൾ ഷോർട്സ് കാണുന്ന എടുക്കുന്ന അല്ലെങ്കിൽ അവർ എടുക്കുന്ന ഒരു എഫർട്ടിന്റെ ടൈം സെക്കൻഡ്സ് എന്ന് പറയുന്നത് 15 സെക്കൻഡ്സ് ആണ്. ഈ ഒരു 15 സെക്കൻഡ്സിനുള്ളിൽ അവർക്ക് ആ ഒരു കണ്ടന്റ്, അതിനകത്തുള്ള കണ്ടന്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നണം, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ അവർക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ അതിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല, അടുത്തത് സ്വൈപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ അറ്റൻഷൻ സ്പാൻ എത്രത്തോളം കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ ഒരു കാര്യത്തിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഗ്രാസ്പ് ചെയ്യാൻ അവർ എടുക്കുന്ന ഷോർട്ട് പീരീഡ് എന്ന് പറയുന്നത് 50 സെക്കൻഡ്സ് ആണ്. അതിനുള്ളിൽ അവർക്ക് ഇൻഫർമേഷൻ കിട്ടിയിരിക്കണം. ആ ഒരു ടൈം പീരീഡ് മാത്രമേ. അപ്പൊ നമ്മുടെ അറ്റൻഷൻ സ്പാൻ എത്രത്തോളം കുറയുന്നുണ്ട്, ഇത്രയും വിഷ്വലി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എത്രത്തോളം അറ്റൻഷൻ സ്പാൻ കുറയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഉള്ള കുട്ടികൾ, അങ്ങനെ ഒരു ഇത് ഫോളോ ചെയ്യുന്ന കുട്ടികൾ എങ്ങനെ സ്റ്റഡീസിലോട്ട് ചെല്ലുമ്പോൾ അത് എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ ഫുള്ളി അവർ നോക്കുമ്പോൾ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. കാരണം അവർ കുറച്ചുകൂടി എഫർട്ട് എടുക്കണം. കാരണം വെച്ചാല് മറ്റേത് ഇങ്ങോട്ട് എല്ലാം കിട്ടുന്നുണ്ട്, അവർക്ക് വിഷ്വലി എല്ലാം ഭയങ്കര അപ്പീലിംഗ് ആണ്. അത് മറ്റേത് ഇവർ എഫർട്ട് ഇടണം, വായിക്കണം, അത് മനസ്സിലാക്കണം. ഇപ്പോ എന്താണ് കണ്ടന്റ് എന്നുള്ളത് അവര് മനസ്സിലാക്കി അവർ ഇമേജിൻ ചെയ്യണം. പക്ഷെ ഇതെല്ലാം യൂട്യൂബ് വീഡിയോസിൽ നോക്കും, അതിന്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി അത് യൂട്യൂബ് വീഡിയോസിൽ അത്രയും ക്ലിയർ ആണ്, എഫർട്ട് ഇടണ്ട. അപ്പൊ ഇൻഫോർമേഷൻ മാത്രം അവർക്ക് ഗ്രാസ്പ് ചെയ്താൽ മതി. അപ്പോൾ അവരുടെ സ്റ്റഡീസിലാണെങ്കിലും അവരുടെ അറ്റൻഷൻ സ്പാനിലാണെങ്കിലും അത് നല്ല രീതിക്ക് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ, സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോവിഡിന് ശേഷം അത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ, സി കോവിഡിന്റെ സമയത്ത് ഓൺലൈൻ ക്ലാസ്സുകൾ കൂടി. ഇപ്പം ഓൺലൈനിലായിരിക്കും ക്ലാസ് നടക്കുന്നത് ലോക്ക്ഡൗൺ സമയത്ത്. അപ്പം കുട്ടികൾ കൂടുതൽ സ്ക്രീൻ ടൈം കൂടി. അപ്പം കുട്ടികൾക്ക് അവർക്ക് ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ എഫേർട്ട്ലെസ് ആയി സംഭവം. അവർക്ക് നേരത്തെ പാരന്റ്സ് പറയുന്നുണ്ട്, നീ ഫോൺ മാറ്റി വെക്കൂ എന്നുള്ള സംഭവം പറയുന്നതിനെക്കാട്ടിലും ഫോൺ യൂസ് ചെയ്യൂ എന്ന ഒരു സ്ഥലത്തിലേക്ക് എത്തിക്കഴിഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഫോൺ എപ്പോ വേണോ എടുക്കാം, ഈസിലി അവൈലബിൾ ആണ്, എപ്പോ വേണോ എടുക്കാം. എന്തുകൊണ്ട് എടുക്കുന്നു, നീ എന്തിനാ ഫോൺ യൂസ് ചെയ്യും? അതമ്മേ, എനിക്ക് ഇന്ന് ക്ലാസ് ഉണ്ട്, 1 മണിക്കൂറത്തേക്ക് ക്ലാസ് ഉണ്ട്, ടീച്ചർ ക്ലാസ് എടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ എനിക്ക് നാളെ ഒരു അസൈൻമെന്റ് വെക്കണം. അവിടെ ഇപ്പൊ സംഭവിക്കുന്ന കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം എല്ലാം അവൈലബിൾ ആണ്. കുട്ടികൾക്ക് ഇപ്പം ഫോൺ യൂസ് നമ്മുടെ കുട്ടികളുടെ ഗ്രാൻഡ് പാരൻസിന്റെ സമയത്തോ പാരൻസിന്റെ സമയത്തെയും കാട്ടിലും കുട്ടികൾ കുറച്ചുകൂടി ടെക്നോളജി വെച്ചിട്ട് അവർക്ക് നോളജ് കുറിച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് എന്ന സംഭവം, അതിൻ്റെ അകത്ത് ഇൻഫർമേഷൻ പെട്ടെന്ന് അവൈലബിൾ ആണ്. അപ്പൊ അവർക്ക് ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുന്നു, അവര് അറ്റൻഷൻ എന്ന് പറയുന്നത് കുറയുന്നു, അവർ എഫേർട്ട് ഇടുന്നത് ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ എഫേർട്ട് അവിടെ കുറയുന്നു.
എല്ലാം ഈസിലി അവൈലബിൾ ആണ്. നമ്മൾ പണ്ട് കുറെ റെഫർ ചെയ്ത് നോക്കുന്നു, ഇല്ലെങ്കിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നു. ഇവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഗൂഗിളിൽ കയറുന്നു, നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, ആവശ്യമുള്ള ഇൻഫർമേഷൻ എടുക്കുന്നു. സി നമ്മൾ കണ്ടെഴുത്തുന്നു വേണമെങ്കിൽ നമുക്ക് പറയാം, നമ്മൾ ബുക്കിൽ വായിച്ച് കണ്ടെഴുതുന്നു. ഇവിടെ എന്താണ് ഫോൺ യൂസ് ചെയ്ത് കറക്റ്റ് ബുക്കിൽ വായിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഫർമേഷൻസ് ഓരോന്ന് വായിച്ച് ആവശ്യമുള്ള പോയിന്റ്സ് മാത്രം എടുത്ത് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അവിടെ എന്താണ് ബ്രെയിൻ വർക്കിംഗ് ആണ്. പക്ഷെ ആ സമയത്ത് ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റുന്നു, അവിടെ നമ്മൾ ആരും ആവശ്യമുള്ള സാധനം ചോദിക്കുന്നു, ആവശ്യമുള്ള പോയിന്റ്സ് വരും. അതുകൊണ്ട് തന്നെ ബ്രെയിൻ വർക്കിംഗ് അവിടെ നേരത്തെ നോക്കുമ്പോഴത്തേക്കും കുറയുകയും ചെയ്യും. അപ്പം ഓൺലൈൻ നമുക്ക് കോവിഡ് കാലത്തെ ഓൺലൈൻ ക്ലാസ് പോസിറ്റീവ് വശമുണ്ട്. ആ സമയത്ത് കുട്ടികളെ വെറുതെ ഇരുത്തണ്ട, അവർക്ക് ക്ലാസ് റെഗുലറായിട്ട് നടക്കുന്നു. പക്ഷേ അതേസമയം കുട്ടിക്ക് അതൊരു ചലഞ്ചിങ് ആണ്. എങ്ങനെ അവർക്ക് കുട്ടികളെ വളർച്ച കാര്യങ്ങളാണ് കോൺസെൻട്രേഷൻ പോലത്തെ കാര്യങ്ങൾ, അറ്റൻഷൻ പോലത്തെ കാര്യങ്ങൾ, കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ, ഈ സംഭവങ്ങൾ, ഈ ഫാക്ടേഴ്സ് എന്താണ് ഓൺലൈൻ ക്ലാസ് ഇല്ലെങ്കിൽ ഓൺലൈൻ ഇവർക്ക് കുറച്ചും കൂടി ടെക്നോളജി ബേസ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നു. ഈ കോൺഫ്ലിക്ട്സ് അത് പാരന്റിങ്ങിലെ ഒരു കോൺഫ്ലിക്ട്സ് തന്നെയാണ്. പാരന്റ്സ് തന്നെയാണ് പറയുന്നത് നീ ഫോൺ മാറ്റി വെക്ക്. പക്ഷെ ഈ പാരന്റ് തന്നെയാണ് ഇപ്പൊ പറയുന്നത് നീ ഫോൺ യൂസ് ചെയ്യ്, പഠിക്കൂ, ഫോൺ യൂസ് ചെയ്ത് പഠിക്കൂ. സ്കൂളിലാകട്ടെ ഒരു കാലഘട്ടം വരെ ഫോൺ കൊണ്ടുപോകുന്നത് റൂൾസിനെതിരായിരുന്നു. ഫൈൻ ഉണ്ട്, ഇത്ര ഫൈൻ ഉണ്ട്. പക്ഷെ ഇപ്പോൾ സ്മാർട്ട് ക്ലാസ് വരുന്നുണ്ട്, സ്മാർട്ട് ക്ലാസ് ഉണ്ട്, നമ്മുടെ സ്കൂൾ ഡെവലപ്ഡ് ആവുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ ഫോൺ കൊണ്ടുപോകുന്നുണ്ട്, അവർക്ക് അലൗഡ് ആണ്. അത് നോർമൽ തിങ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെ ഈ ഒരു യൂസ് കൂടുമ്പോൾ അതിന്റെ കൂടെ ഓർമ്മിക്കേണ്ട വേറെ കാര്യമുണ്ട്. 2014-15 റൊമേനിയൻ സൈക്കോളജിസ്റ്റ് ആയ ഡോക്ടർ മാരിയസ് അന്ന് ഒരു ടേം കോയിൻ ചെയ്തായിരുന്നു, വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്ന ഒരു ടേം കോയിൻ ചെയ്തു. അതിന്റെ കൂടെ തന്നെ വെർച്വൽ ഓട്ടിസത്തിന്റെ കൂടെ തന്നെ ഡോക്ടർ കോയിൻ ചെയ്ത വേറൊരു പേരുണ്ട്, ഇൻഡ്യൂസ്ഡ് ഓട്ടിസം. ഇതൊരു സ്ക്രീൻ ടൈമുമായിട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യമാണ്. കൂടുതലായിട്ട് സ്ക്രീൻ ടൈം ഉപയോഗിക്കുകയും കൂടുതലായിട്ട് ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യും, അതിലെ കാർട്ടൂൺസ്, ഗെയിംസ്, കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്ന കുട്ടികളിൽ ഓട്ടിസത്തിന്റെ അതേ സിംറ്റംസ് കണ്ടുവരും. ഇതാണ് ഡിജിറ്റൽ ഓട്ടിസം. ഇത് വേർതിരിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നോർമലി കാണുന്ന ഒരു ഓട്ടിസത്തിന്റെയും ഡിജിറ്റൽ ഓട്ടിസത്തിന്റെയും സിംറ്റംസ് ഏറെക്കുറെ ഒന്ന് തന്നെയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, കുട്ടികളുടെ സാഹചര്യത്തിൽ ഒരുപാട് പാരൻസ് അവർക്ക് പഠന വൈകല്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. കുട്ടികൾക്ക് അറ്റൻഷൻ കുറയുന്നു, കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, വാക്കുകൾ തിരിഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനത്തെ പല പല കാരണങ്ങളാൽ കുട്ടികൾ വരുന്നു. കുട്ടികൾ ഫോൺ വെച്ചിട്ട് എത്ര നേരം വേണം ഇരിക്കാം, പക്ഷെ അല്ലാണ്ട് അവർക്കൊന്ന് അടങ്ങിയിരിക്കുക എന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങളായിട്ട് പാരന്റ്സ് അവരെ കൺസേൺ ആയിട്ട് വരുന്നുണ്ട്. ഓട്ടിസം എന്ന് പറയുന്ന ഒരു ന്യൂറോബയോളജിക്കൽ ഡിസോർഡർ പണ്ട് മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നു. അതിനൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയയും ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളും എല്ലാം ഉണ്ടായിരുന്നു. ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ ഇന്ററാക്ഷൻ കുറയുക, പേര് വിളിച്ചാൽ റെസ്പോണ്ട് ചെയ്യാതെ വരെ, ഇതൊക്കെയായിരുന്നു അതിന്റെ കോമൺ സിംറ്റംസും. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇതേ സിംറ്റംസ് തന്നെ ആളുകൾ അതിന് വെർച്വൽ ഓട്ടിസം എന്ന് പറയും. പക്ഷെ ഇത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സിംറ്റംസ് ഉണ്ടെങ്കിൽ കുറച്ച് നാൾ സ്ക്രീൻ ടൈം നമുക്കൊന്ന് കുറച്ച് നോക്കാം. സ്ക്രീൻ ടൈം കുറയ്ക്കുന്ന സമയത്ത് ഈ സിംറ്റംസ് ഡിക്ലൈൻ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അണ്ടർ സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാർട്ട് സ്റ്റിമുലേറ്റഡ് ആവുന്നുണ്ടോ, ബിഹേവിയർ ചേഞ്ചസ് വരുന്നുണ്ടോ, അതിന് റീഇൻഫോഴ്സ് ചെയ്യുമ്പോൾ ചേഞ്ചസ് വരുന്നുണ്ടോ എന്നുള്ള കാര്യം അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വെർച്വൽ ഓട്ടിസം ആൻഡ് നോർമൽ ന്യൂറോബയോളജിക്കൽ ആയിട്ടുള്ള ഓട്ടിസം നമ്മൾ ഒരു ക്ലിയർ കട്ടായിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇതിന്റെ ഒരു റേറ്റ് ഇന്ന് അലാമിംഗ് ആയിട്ട് കൂടുകയാണ്. 2020 ശേഷം, പോസ്റ്റ് കോവിഡിന് ശേഷം പഠനം മൊബൈൽ ഫോണിലൂടെയായി, ഇന്റർനെറ്റിന്റെ ഉപയോഗം കൂടി, കാർട്ടൂൺസ്, ഗെയിംസ് എന്നിവയുടെ റേറ്റ് കൂടി ഒത്തിരി കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഓവറായിട്ട് ബ്രെയിനിന്റെ പല ഭാഗങ്ങളും സ്റ്റിമുലേറ്റഡ് ആവുന്നുണ്ട്. സ്റ്റിമുലേറ്റഡ് ആകേണ്ട പല ഭാഗങ്ങൾ ആകുന്നുമില്ല. ഇതെല്ലാം ഒരു വെർച്വൽ ഓട്ടിസം അതിന്റെ ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈവൻ അത് വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൊണ്ടുപോയില്ലെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റിയും പഠന വൈകല്യം എന്ന് പറയുന്ന ഒരു മെജോറിറ്റി ഓഫ് ഏരിയയിലേക്ക് അത് പോകുന്നു. പഠന വൈകല്യം ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു ക്ലിനിക്കിലും എങ്ങനെയാണെങ്കിലും ഒരു ദിവസം ഒരു 4-5 പുതിയ കേസുകൾ വരാറുണ്ട്. പഠന വൈകല്യം, ഒരു കുട്ടി മാത്സ് പഠിക്കുന്നില്ല, പി എഴുതുമ്പോൾ ബി ആയി പോകുന്നു, തല തിരിഞ്ഞു പോകുന്നു, വെക്കാബുലറി പ്രോപ്പർ ആവുന്നില്ല, എഴുതുന്നത് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു. ഇതിന്റെ എല്ലാം ഒരു പരിധി ഒരു റീസൺ എന്ന് പറയുന്നത് ഗാഡ്ജറ്റ്സ് തന്നെയാണ്. ഇതിന്റെ ഒരു സ്ക്രീൻ ടൈം കൂടുന്നതിനനുസരിച്ച് ബ്രെയിൻ സ്റ്റിമുലേഷൻ മാറുന്നു, നമ്മളുടെ പണ്ട് മുതൽ പഠിച്ചുകൊണ്ട് വരുന്ന രീതിയിൽ നിന്നല്ലാതെ മാറിപ്പോകുന്നു.
അപ്പൊ ഇതെല്ലാം ഒരു ലേണിംഗ് ഡിസബിലിറ്റി, വെർച്വൽ ഓട്ടിസം എന്നീ മേഖലയിലേക്ക് കൊണ്ടുപോകാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷെ എന്നിരുന്നാലും ഇത് ഇത്രയും സിവിയർ ആണ്, അലാമിംഗ് ആണ് എന്നിരുന്നാലും ഇത് നമുക്ക് ഒരു പരിധി വരെ റിവേഴ്സ് ചെയ്യാനും ബാക്ക് ടു നോർമാലിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള റിസോഴ്സസ് ഇന്ന് അവൈലബിൾ ആണ്. ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ തെറാപ്പിസ്റ്റ്, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ ഇന്റർവെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഏർലി ഐഡന്റിഫിക്കേഷൻ നേരത്തെ നമ്മൾ കണ്ടുപിടിക്കുക, ആ കണ്ടുപിടിക്കുന്നതിൽ തെറാപ്പീസ് സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിത് ഒരു പരിധി വരെ നമുക്കിത് ബാക്ക് ടു നോർമൽ എന്ന് പറയുന്ന ഒരു സിനാരിയോയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. സാറ് പറഞ്ഞതുപോലെ പാരൻസിനെ ഇതെങ്ങനെ അവർക്ക് മനസ്സിലാക്കാം എന്നുള്ളത്. ഇപ്പം കുട്ടികൾക്ക് നമ്മൾ പാരൻസിന്റെ വർക്ക് നടക്കാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്ന പാരൻസ് ഉണ്ട്. കുട്ടികൾ കുറച്ചു നേരമെങ്കിലും ഫോൺ നോക്കിയിരുന്നാൽ അടങ്ങിയിരിക്കുമല്ലോ എന്നുള്ള രീതിക്ക് കുട്ടികൾക്ക് ഫോൺ കയ്യിൽ കൊടുക്കുന്ന പാരൻസ് ഉണ്ട്. പക്ഷെ ഇതേ പാരൻസ് ആണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിന്റെ കുട്ടിയുടെ സ്ക്രീൻ ടൈം കൂടി, കുട്ടി പഠനത്തിൽ പഠിക്കുന്നില്ല, അവന് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്ന കേസുകളുമുണ്ട്. ഇത്ര ടൈം തൊട്ട് ഇത്ര ടൈം വരെ എൻ്റെ മോൻ അല്ലെങ്കിൽ മോളോട് ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ്, അപ്പോൾ ഞാൻ വർക്കിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല, ഞാൻ കുട്ടിക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്കും കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കുട്ടി അത്രയും നേരം അവർ സ്ക്രീൻ ടൈം കുറയുക, അങ്ങനെ ഓരോ ദിവസവും കുട്ടികൾക്ക് സംസാരിക്കുക, അവർക്ക് സംസാരിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ അതുപോലെ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ നേരത്ത് അവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റിയിലോട്ട് അവരെ നയിക്കുക. ഇങ്ങനെ ഇപ്പം കുട്ടികളെ ഫേസ് ചെയ്യുന്ന വേറെ ഇഷ്യൂസ് ആണ് അവർക്ക് റീഡിങ് ഇല്ലെങ്കിൽ വായന, റൈറ്റിംഗ്, മാത്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. വർക്ക് ലൈഫ് ബാലൻസിന്റെ ഇടയ്ക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ആണ് നമ്മൾ ഒരു പാരന്റിങ് എന്നുള്ളൊരു റോള് നമ്മൾ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമില് കുഞ്ഞിന് എന്തൊക്കെയാണ് വേണ്ടത്, അല്ലെങ്കിൽ കുഞ്ഞിനെ എന്തൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, എങ്ങനെ കുഞ്ഞിനെ ഓറിയന്റ് ചെയ്ത് പോകാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ കോൺഷ്യസ് ആവുക എന്നുള്ളതാണ്. നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, നമുക്ക് അതിനുള്ള ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കുക, അതിനുള്ള നോളജ് നമ്മൾ അക്യൂർ ചെയ്തിരിക്കുക എന്നുള്ളതാണ്. ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഏർലി ഡെവലപ്മെന്റൽ പീരീഡിൽ ആ ഒരു ടൈമിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് നോട്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ സപ്പോസ് ഇപ്പോൾ എഴുതി തുടങ്ങുന്ന ഒരു കുട്ടി ഇപ്പൊ ആൽഫബറ്റ്സ് ഒക്കെ ലേൺ ചെയ്ത് തുടങ്ങുന്ന ടൈമിൽ തന്നെ അക്ഷരങ്ങൾ തിരിച്ചെഴുതുക. എഫ് എന്ന് എഴുതുന്ന സ്ഥലത്ത് നേരെ തിരിച്ച് അക്ഷരം വരിക. അതുപോലെ തന്നെ സി, ചില കുട്ടികൾക്ക് പി, എച്ച് അങ്ങനെയൊക്കെയുള്ള വേർഡ്സ് തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ന്യൂമറിക്കൽ നമ്പേഴ്സ് ഒക്കെ എഴുതുന്ന ടൈമിലും ഇതേപോലെ ഇഷ്യൂസ് കണ്ടുവരാറുണ്ട്. അവർ കാറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതേ സ്പെല്ലിംഗ് ആയിരിക്കില്ല വരുന്നത്. എൻവയോൺമെന്റ് എന്ന് എഴുതുമ്പോൾ ചിലപ്പോൾ അതിൽ വി മിസ്സിംഗ് ആയിരിക്കും. പിന്നെ വായിക്കാൻ, അക്ഷരങ്ങൾ കൂട്ടി വായിക്കാനുള്ളത്, അതുപോലെയുള്ള പല പല ഇഷ്യൂസ് അവർ കാണിക്കുന്നുണ്ടായിരിക്കാം. പാരന്റിങ്ങും ഓട്ടിസവും ലേണിംഗ് ഡിസബിലിറ്റിയുമായുള്ള നമ്മുടെ ഇന്നത്തെ സെഷൻ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.